ബഗീരൻ മൗഗ്ലിയോട് വിവരങ്ങൾ പറഞ്ഞു. മനുഷ്യനോ? അതെ, ഇതല്പം അപകടം പിടിച്ച കാര്യമാണ്. കാട്ടിലേക്ക് ഒറ്റയ്ക്കൊരാൾ വരണമെങ്കിൽ, അതും നമ്മൾ ചുറ്റി നടക്കുന്ന സ്ഥലത്ത്, അയാൾക്ക് അത്രയും ശക്തി കാണും. അല്ലെങ്കിൽ നമ്മളെ എതിരിടാൻ തക്ക ആയുധങ്ങൾ. ഞാൻ കണ്ടപ്പോൾ അയാൾ ഒറ്റയ്ക്കാണ്. സുര കണ്ടതും ഒറ്റയ്ക്കാണ്. മനുഷ്യൻ ഒറ്റയ്ക്ക് ഈ പ്രദേശത്ത് വരുന്നത് അത്ര നിസ്സാര കാര്യമല്ല. മൗഗ്ലി, നമ്മൾ പുതിയൊരു പ്രശ്നം നേരിടാൻ പോകുകയാണ് എന്ന് തോന്നുന്നു. ബഗീര, ഞാൻ അന്വേഷിക്കാം. പറ്റുമെങ്കിൽ അയാളോട് സംസാരിക്കാം. അയ്യോ, പക്ഷേ നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്ന ആരോ ആണെങ്കിലോ? നിന്നെ അപകടപ്പെടുത്താനോ കൊണ്ടുപോകാനോ വന്നതാവാം. അതാണ് എൻ്റെ സംശയം. എല്ലാ സംശയവും തീർക്കാം. ഞാൻ അത്ര പെട്ടെന്ന് കീഴടങ്ങി കൊടുക്കില്ല ബഗീര. ഒന്നുകൂടി ആലോചിച്ച്, കൂടുതൽ ആക്രമണങ്ങൾ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ രഹസ്യം അറിയണം. അങ്ങനെ ഉയർന്ന പ്രദേശത്താണ് അവൻ അയാളെ കണ്ടത്. താഴെ ബാലുവമ്മാവൻ. അയ്യോ ബാലുവമ്മാവാ! ഭാഗ്യം, പാറക്കല്ല് മരത്തിലിടിച്ച് നിന്നു. മൗഗ്ലി, ബാലുവമ്മാവാ, കുഴപ്പമൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്താണ് ഈ സംഭവിക്കുന്നത്? പറയാം. അതിനു മുമ്പ് അയാളെ ഒന്ന് കാണട്ടെ. ആ മനുഷ്യൻ മുകളിലുണ്ട്. അതാ അവിടെ വടികൊണ്ട് പാറ ഇളക്കി മറിക്കാൻ നോക്കുകയാണ്. നിൽക്കൂ, നിൽക്കാൻ, നിൽക്കൂ. ആ, അനങ്ങരുത്. പറയൂ, എന്തിനാണ് ഞങ്ങളെ ആക്രമിച്ചത്? ആക്രമിക്കുകയോ? അല്ലാതെ പിന്നെ പാറക്കല്ലുരുട്ടി പലരെയും കൊല്ലാൻ നോക്കിയില്ലേ? പാറക്കല്ല് അല്ല, കൊല്ലാൻ നോക്കിയതല്ല. എന്നെ വിശ്വസിക്കണം. പിന്നെ ഞാനൊന്ന് ഇരിക്കട്ടെ, എല്ലാം പറയാം. എൻ്റെ അനുജന് ഒരസുഖം. തൊലിയിൽ പച്ച നിറത്തിൽ പാടുകൾ. അതിന് വൈദ്യർ നിശ്ചയിച്ച മരുന്നിന് വേണ്ടിയാണ് ഞാൻ വന്നത്. കാട്ടിലെ ചില പാറകൾക്കിടയിൽ മാത്രം കാണുന്ന ഒരു തരം പശയുള്ള മണ്ണാണ് മരുന്ന്. അതെടുക്കാനാണ് ഞാൻ വന്നത്. പശമണ്ണുണ്ടോ എന്ന് നോക്കാനാണ് പാറ ഇളക്കിയത്. കൊടുങ്കാട്ടിൽ വന്നത് പേടിയോടെയാണ്. പക്ഷേ എനിക്ക് അനുജനെ രക്ഷിച്ചേ പറ്റൂ. എന്നിട്ട് മരുന്ന് കിട്ടിയോ? ഇല്ല. വിഷമിക്കണ്ട, ഞാൻ എത്തിച്ചു തരാം. ക്ഷമിക്കണം, ഞങ്ങൾ തെറ്റിദ്ധരിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ? ഈ കൊടുങ്കാട്ടിൽ ഒരു മനുഷ്യക്കുട്ടി എങ്ങനെ? ഹഹ, അത് വലിയ കഥയാണ്, പിന്നീട് പറയാം.